നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഒന്ന് മലയാളത്തിലും മറ്റൊന്ന് ഇംഗ്ലീഷിലും തുടങ്ങുവാൻ പോകുന്ന കാര്യം ഒഫീഷ്യലി ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്യുകയുണ്ടായി. നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒരേ പ്രായമാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ എൻ്റെ വാട്സാപ്പിൽ എന്നെ വിളിക്കുകയും എനിക്ക് ചില നിർദ്ദേശങ്ങൾ തരികയും ഉണ്ടായി. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഇപ്പോഴും ജേർണലിസ്റ്റുമാരുടെ ഏതോ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സ്ഥാനം കൂടി വഹിക്കുന്ന ഒരാളാണ്. എനിക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹം അറിയിച്ചുവെങ്കിലും ഒരഭിപ്രായം എന്നോട് വ്യക്തമായി അറിയിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിവിൻ്റെ വീഡിയോ ഒരാൾ കേട്ടാൽ ജിവിൻ BJPയുടെ ഒരു വക്താവാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ഇപ്പറഞ്ഞ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിവിൻ, അത് നിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, പക്ഷേ നീ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അത് ന്യൂട്രൽ നിലപാടിൽ നിന്ന് കൊണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചാനൽ വഴി ഞാൻ അറിയിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വാർത്തകൾ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷമേ ഞാൻ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. കുറേ ലൈവ് ആയിട്ടുള്ളതും ഓൺലൈൻ ആയിട്ടുള്ളതുമായ ഡസൻ കണക്കിന് ചാനലുകൾ മലയാള ഭാഷയിലുണ്ടെങ്കിലും ഒരു ചാനൽ തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാര്യവും അതുതന്നെയാണ്. ഏത് ചാനൽ എടുത്താലും ഇൻഫർമേഷൻസിനെ ഫിൽട്ടർ ചെയ്ത് അവരവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് അനുസൃതമായ രീതിയിൽ കാര്യങ്ങളെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് കണ്ടന്റ്, ആ ന്യൂസ് കണ്ടന്റുകളുടെ സോഴ്സുകൾ ഇലക്ട്രോണിക് കോപ്പി ആണെങ്കിൽ 90 ദിവസം വരെയും, ഹാർഡ് കോപ്പികളാണെങ്കിൽ 6 മാസം വരെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. പബ്ലിഷ് ചെയ്ത കണ്ടന്റുകളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് അറിയിക്കുകയോ അതുമല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ സൈബർ ക്രൈം അധികാരികൾക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. മൂന്നാമത്, എൻ്റെ കൂട്ടുകാരൻ്റെ ഫാദർ നിർദ്ദേശിച്ചതുപോലെ എൻ്റെ ചാനലിൽ വരുന്ന വാർത്തകൾ നിഷ്പക്ഷമുള്ളതാകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം, ഈ വിഷയങ്ങളിൽ രാഷ്ട്രം പ്രഥമം എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം. അതിൽ രാഷ്ട്രീയം നോക്കില്ല എന്ന കാര്യം വ്യക്തമായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. വിമർശിക്കേണ്ടുന്ന കാര്യങ്ങൾ വിമർശിക്കും. അത് കോൺഗ്രസ്സുകാരുടെ ആണെങ്കിലും BJPക്കാരുടെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ചാനൽ ഞാൻ ആരംഭിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ കഴിഞ്ഞ മാസം നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ VD സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇടുകയുണ്ടായി. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇടുകയോ കമന്റ് ഇടുകയോ ചെയ്യുകയുണ്ടായി. ഒരു പൗരനെന്ന നിലയിൽ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ തന്നെ അനുകൂലിക്കേണ്ട കാര്യങ്ങൾ അനുകൂലിക്കുകയും വേണം. എന്നാൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ മായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളോ ബാനറുകളോ ലേഖനങ്ങളോ ചിലപ്പോൾ അതിൽ ഇട്ടു എന്നിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഇട്ടില്ല എന്നും ഇരിക്കും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോ പ്രേക്ഷകരോ എനിക്ക് അയച്ചു തരുന്ന കണ്ടന്റുകൾ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്ന കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത് വിമർശനങ്ങളായിട്ടും അഭിപ്രായങ്ങളായിട്ടും പ്രശംസകളായിട്ടും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി.